സുഹൃത്തുക്കളെ നമസ്കാരം. അങ്ങനെ നമ്മുടെ തന്ത്രിയും അയ്യപ്പൻ്റെ സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനായിട്ട് പല പല വാദഗതികളൊക്കെ പറയുന്നുണ്ട്. തന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല, തന്ത്രിക്ക് ആത്മീയപരമായ കാര്യങ്ങൾ, ആചാരങ്ങൾ നോക്കുന്ന ഒരു ചുമതല മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ദേവസ്വം ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധികാരികളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്നും ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. എന്താ പറയുന്നത്, നമ്മൾ വലിയ വിശ്വാസിയല്ല. ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൽ കൂടുതൽ അത് നമ്മുടെ മനസാക്ഷി അനുസരിച്ചാണ്. ദൈവത്തിനെ നമ്മുടെ എന്തോ വൃത്തികേടുകൾ കാണിച്ചിട്ടും ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. വൃത്തികേടുകൾ കാണിക്കാതിരിക്കുക, അപ്പം ദൈവം നമ്മളോട് നിൽക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ നല്ല കാര്യം ചെയ്താൽ ദൈവം നമ്മോടുണ്ട്, അല്ലാതെ മോശം കാര്യം ചെയ്താൽ ദൈവം നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അല്ലാതെ വൃത്തികേടുകൾ കാണിച്ചിട്ട് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം പറയാൻ വരുന്നത്, നമ്മുടെ തന്ത്രി അറസ്റ്റിലായതോടുകൂടി ഇനിയും മന്ത്രിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയാനൊക്കത്തില്ല. അപ്പോൾ ഈ തന്ത്രിയെ പുകഴ്ത്തി ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനും വിചാരിക്കുന്നത്, ഈ തന്ത്രിക്ക് ഈ ആത്മീയപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ രാഹുൽ ഈശ്വർ ചർച്ച പറയുന്നത് കേട്ടു, ഇന്ന പൂവ് വേണമെന്ന് തന്ത്രിക്ക് പറയാം, അത് എവിടുന്നാണ് മേടിച്ചുകൊണ്ട് വരുന്നത് തന്ത്രിക്ക് പറയാനൊക്കത്തില്ല. അവർ മേടിക്കുന്നവരുടെ കുഴപ്പമാണ്. ഇതൊക്കെ പറയാം. അങ്ങനെ പല പല ന്യായീകരണങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഈ പള്ളിയിലാണെങ്കിൽ അച്ഛന്മാർ ഭരണസമിതിക്കാരുടെ കൂടെ നിന്നാലേ ഈ വികാരി അച്ഛന്മാർക്ക് ഇതുള്ളൂ. അങ്ങനെ ഇല്ലാത്ത അച്ഛന്മാരെ ഇവർ പോച്ച് ഓടിക്കും. ഇത് തന്ത്രിക്ക് പക്ഷേ ഒരു പെർമനൻ്റ് സ്ഥാനമാണ്. അപ്പോൾ ഈ ഭരണസമിതിയും തന്ത്രിയും കൂടെ, ഈ തന്ത്രി അറിയാതെ ഏതായാലും അവിടുന്ന് ഒരു സാധനം പൊളിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവരെ ഈ കക്കാനായിട്ട് തീരുമാനിച്ചു, സ്വർണം പൊതിച്ചത് അത് ചെമ്പ് പാളി എന്നൊക്കെ തിരുത്തി എഴുതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്നൊരു നിയമമുള്ളിടത്തോളം കാലം തന്ത്രി ഇതിനകത്തൊരു കുറ്റക്കാരനാണ്. തന്ത്രി എന്തുകൊണ്ട് ഇത് തടഞ്ഞില്ല? ഇപ്പം അത് തന്ത്രി തടയേണ്ടതായിരുന്നു. അപ്പോൾ തന്ത്രി അതിനകത്തൊരു കുറ്റക്കാരൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. തന്ത്രി കുറ്റം ചെയ്താൽ തന്ത്രിയും അകത്ത് കിടക്കണം. തന്ത്രിയല്ല, അച്ഛനായാലും മെത്രാനായാലും എല്ലാം കള്ളത്തരവും വൃത്തികേടുകളും കാണിച്ചാൽ ആത്മീയ ആചാര്യന്മാരെല്ലാം അകത്താകണമെന്നുള്ള ഉറച്ച അഭിപ്രായത്തോടുകൂടി ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.